അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സ്റ്റാലിൻ്റെ കുടുംബ വീടാണ്. അവരിങ്ങനെ ടെൻഷൻ അടിച്ച് ഇവർ എങ്ങനെയെങ്കിലും ഒന്ന് പുള്ളീനെ കോൾ ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കും. എന്നാലും കോൾ ചെയ്തു. കോളിപ്പം പുള്ളി എടുത്തു. അപ്പോൾ ഉടനെ ആ സ്റ്റാലിൻ ചായനാണോ എന്നൊക്കെ ചോദിക്കുന്നത്. അതായത് അവർ തമ്മിൽ വലിയ കമ്മ്യൂണിക്കേഷനിലൊന്നും മനസ്സിലാവും. കാരണം ഒരു സഹോദരങ്ങളാണെങ്കിൽ എന്തായാലും വിളിക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്പറെങ്കിലും അറിയുമല്ലോ. അപ്പോൾ അവരൊന്നുമില്ല സ്റ്റാലിൻ ചായനാണോ അതെല്ലോ ഇതാരാണ് എന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പം ഇവരിങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ, ഒരു സ്റ്റാർട്ടിങ് വേണമല്ലോ. അപ്പം ഇങ്ങനെ ചോദിക്കുകയാണ്, ഈ ആൽബി എന്ന് പറഞ്ഞ പുള്ളി ചോദിക്കുകയാണ്, അല്ല പക്ഷെ വന്നിട്ട് ഒന്നും ചോദിച്ചില്ലല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാണ്. അപ്പോഴത്തേക്കിന് ഈ പുള്ളി ദേഷ്യപ്പെട്ട് പറയാണ്, അല്ല ഈ പത്തനാപുരം അത്ര ദൂരത്തൊന്നും അല്ലല്ലോ, ഇവിടെ അടുത്തല്ലേ, 1 hour ട്രാവൽ ചെയ്താൽ കൂടെ എത്തുന്നേ ഉള്ളൂ, അപ്പോൾ അതിനെന്തിനാ വിളിച്ച് ചോദിക്കണത്, വിളിച്ചന്വേഷിക്കണത് എന്നൊക്കെയുള്ള കാര്യം പറയാണ്. അപ്പോൾ എന്നിട്ട് ഉടനെ ഇയാൾ നേരെ ടോപ്പിക്കിലോട്ട് വരികയാണ്, അല്ല സ്റ്റാൻലി ചാൻ ഒരു പെണ്ണിനെ അവിടെ കൂടെ പാർപ്പിച്ചിട്ടുണ്ടല്ലോ, അത് എന്ന് അപ്പച്ചൻ പറഞ്ഞു എന്നിങ്ങനെ പറയും. അപ്പോഴത്തേക്കിന് ഈ സ്റ്റാലിൻ ചോദിക്കുകയാണ്, അപ്പച്ചൻ പറഞ്ഞു തന്നെയാണോ നിങ്ങൾ അറിഞ്ഞത്, നിങ്ങൾ അതിന് മുമ്പ് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവർ പറയുകയാണ്, ഞാൻ കാര്യങ്ങൾ അറിഞ്ഞു, പക്ഷേ ഈ പറഞ്ഞ അപ്പച്ചൻ പറഞ്ഞപ്പോഴാണ് വിശദമായിട്ട് കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയത്. അപ്പോൾ നമ്മുടെ സ്റ്റാലിൻ പറയാണ്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അധികമായിട്ട് അറിയാനുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ആൽബി ചോദിക്കുകയാണ്, അല്ല ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് നമ്മളോടൊന്നും ചോദിച്ചില്ലല്ലോ, അല്ലെങ്കിൽ നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയണം. അപ്പം നമ്മുടെ സ്റ്റാലിൻ തിരിച്ച് പറയുകയാണ്, എടാ ആൽബി, എല്ലാവരെയും വിളിച്ചു കൂട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആശീർവാദം അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ഇവിടെ കല്യാണമൊന്നുമല്ല നടത്തുന്നത്. അപ്പം ഈ ആൽബി പറയുകയാണ്, എന്നാലും ഞങ്ങളോടൊന്ന് പറയാമായിരുന്നു എന്ന് പറയുമ്പോഴത്തേന് സ്റ്റാലിൻ പറയണം, ആൽബി നീ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് തന്നെ ഞാനറിയാതൊരു മോളുണ്ട് എന്ന് പറഞ്ഞപ്പം അത് തന്നെ അംഗീകരിക്കാനും അത് വിശ്വസിക്കാനും ഞാൻ തന്നെ ഒരുപാട് പ്രയാസപ്പെട്ടു. അപ്പം നിങ്ങളുടെ കാര്യം പറയണോ? കാര്യം ഞാൻ ആരോട് പറഞ്ഞാലും അവരതിന് ഇടങ്കോലിടും, മാക്സിമം എന്നെ തടയാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാതെ ഇതങ്ങ് മൂവ് ചെയ്തത്. ഓഹോ, അപ്പോൾ എല്ലാം അറിഞ്ഞിട്ടാണല്ലേ ഈ ചതി നമ്മളോട് ചെയ്തത് എന്ന് ഈ ആൽബി പറയണം. അപ്പോൾ സ്റ്റാലിൻ പറയണം, എന്ത് ചതി ചെയ്തു? എനിക്ക് ഞാൻ അറിയാതെ ഒരു മകളുണ്ടായിരുന്നു, എൻ്റെ പഴയ ബന്ധത്തിലുണ്ടായ ഒരു കുട്ടി. അപ്പോൾ അത് ഇത്രയും നാളും അനാഥയായിട്ട് വളർന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിഷമമായി. അപ്പം അതിനെ കൊണ്ട് കൂടെ വളർത്താനും ഒപ്പം അതിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കാനുള്ള എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് ഞാനത് ചെയ്തു. അപ്പോൾ അതിലിത്ര ചോദിക്കാനും പറയാനൊക്കെ എന്തിരിക്കുന്നു എന്നിങ്ങനെ പുള്ളി ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ആൽബി പറയണം, ലാലിച്ചാൻ ഇത്രേ അറിയുള്ളൂ, ലാലിച്ചാൻ ഇത്രേ ചിന്തിക്കുള്ളൂ, സ്വന്തം കാര്യം മാത്രം, ഒന്നും ഓർത്തില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ അന്നേരം പറയാണ്, നിങ്ങളെ ഓർത്തിട്ട് എന്നാ മുന്നിൽ കിട്ടാനാ, നിങ്ങളെ ഓർത്താലും നിങ്ങളോട് പറഞ്ഞാലും പറഞ്ഞില്ലും ഈ സംഭവം തന്നെ നടത്തും, ഞാൻ അവളെ കൊണ്ടുവരുമായിരുന്നു, നിങ്ങൾ എതിർത്താലും ഇങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. ഇപ്പോഴത്തേന് ഈ പുള്ളി പറയാണ്, അച്ചായന് ഭയങ്കര തൊലിക്കെട്ടിയൊക്കെ ആയിരിക്കും, അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നം, ഒരു നാണക്കേടില്ല, പക്ഷേ ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾക്ക് നല്ല നാണക്കേടായി ഈ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ സ്റ്റാലിൻ ചോദിക്കുകയാണ്, അതെന്നാ അവതുകുട്ടി തന്നെയല്ലേ നിൻ്റെ അപ്പൻ, അതോ നീ മെയ്ഡ് ഇൻ ചൈനയാണോ? അപ്പോഴത്തേന് വീണ്ടും ഈ പുള്ളി പറയാണ്, ഈ അച്ചായൻ കാരണം അച്ഛൻ്റെ ഈ ഒരു പ്രവൃത്തി കാരണം ഈ പറയുന്ന കുടുംബക്കാർക്ക് മുഴുവൻ നാണക്കേടും പേരുദോഷം വന്നിരിക്കുകയാണ്, അപ്പോൾ എന്നാ ചെയ്യണം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാലിൻ പറയണേ, എടാ 23 വർഷം മുമ്പ് ഒരു പെണ്ണിനെ സ്നേഹിച്ചതും അവളുടെ കൂടെ താമസിച്ചതും അതൊക്കെ എനിക്ക് അത്രയും വർഷം പുറകിലോട്ട് പോയിട്ട് അതൊക്കെ അങ്ങ് മായ്ച്ച് കളയാനായിട്ട് പറ്റുമോ? അപ്പം ആ ബിരുദം ചോദിക്കുക, ലാലിച്ചാൻ എന്തിനാ മകളാന്ന് സമ്മതിച്ചു കൊടുത്തത്, അതുകൊണ്ടല്ലേ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പോൾ അയാൾ പറയുകയാണ്, ഭയങ്കര ഒരു ഇമോഷണലായിട്ട് പറയുകയാണ്, എടാ 23 വർഷം ആരോരും ഇല്ലാതെ ഏതോ ഒരു ഓർഫനേജിൽ കിടക്കുമായിരുന്നു എൻ്റെ കൊച്ച്, അതറിഞ്ഞിട്ടും എങ്ങനെയാടാ ഞാൻ അവളെ പിന്നെ ഉപേക്ഷിക്കണത്? എന്നിട്ട് പുള്ളി ചോദിക്കുകയാണ്, നീ ഒരു അപ്പനല്ലേ, ഒരു മനസാക്ഷി വേണ്ടേടാ, എൻ്റെ മറ്റു കുട്ടികളുടെ ഒപ്പം തന്നെയല്ലേ ഉള്ളൂ ഇവളും, അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അപ്പോൾ ഉടനെ പുള്ളി പറയും, ഉണ്ട് എന്ന് പറയണം. അപ്പം എന്നാ വ്യത്യാസം? 2 കണ്ണും 2 മൂക്കും 2 ചെവിയും വായും ചെവിയും കൈയും കാലും എല്ലാം ഒത്തിരി ഒരു മനുഷ്യക്കുഞ്ഞ് തന്നെയാണ് അലീന എന്നിങ്ങനെ പറയാം. അപ്പോൾ പുള്ളി പറയണം, അങ്ങനെയല്ല, അതിന് വ്യത്യാസമുണ്ട്, നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞ് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് തന്ന ഒരു പെണ്ണിലുണ്ടായ മക്കളാണ് ടാനിയും ടെൽസയൊക്കെ, അതുപോലല്ല അവിഹിതത്തിൽ പഴച്ചുണ്ടായ ഒരു കുട്ടി. എന്നിട്ട് പുള്ളി പറയാണ്, നാട്ടുകാരും വീട്ടുകാരെല്ലാം കൂടെ ഈ ഒരു ബന്ധത്തിനൊരു പേരിടും, ലാലിച്ചാൻ്റെ അവഹിത സന്തതി. അത് പറയുമ്പോഴത്തേക്കും ലാലിച്ചാൻ ഇതൊക്കെ എന്ത് ജുജുബി കേസ്. എന്നിട്ട് പുള്ളി പറയാണ്, എൻ്റെ മകള് ഓർഫണേജിൽ അനാഥയായിട്ട് വളരുന്നതിനേക്കാളും നല്ലതാണ് അവിഹിത സന്തതി എന്നുള്ള പേരിൽ ഇവിടെ വളരുന്നത്, ഒരു പ്രശ്നമില്ല, ആ പേര് ഞാനും എൻ്റെ മോളും അങ്ങ് സഹിച്ച്. പുള്ളി ഒന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ മാത്രം സഹിച്ചാൽ മതി, ഞങ്ങൾ സഹിക്കണ്ടേ, നിങ്ങളുടെ കുടുംബക്കാർ സഹിക്കണ്ടേ, എൽസമ്മയുടെ വീട്ടുകാർ സഹിക്കണ്ടേ, അവർ സഹിക്കണ്ടേ, ഇങ്ങനെ കുറേ പേരൊക്കെ പറയാണ്. അപ്പോൾ ഉടനെ ഈ സ്റ്റാലിച്ചാൻ ചോദിക്കുകയാണ്, അതിന് നിങ്ങൾക്ക് എന്നാ നഷ്ടപരിഹാരമോ വേണ്ടത്? കീർത്തിക്കും മാനനഷ്ടത്തിനൊക്കെ കോടതി ഒരു നഷ്ടപരിഹാരം കൊടുക്കാറുണ്ട്, അതുപോലെ നിങ്ങൾ പറ, ഞാൻ എന്തെങ്കിലും തന്നേക്കാം എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ പുള്ളി പറയാണ്, ഞാനൊന്നും പറയില്ല, ഇങ്ങനെ തർക്കിക്കുന്നവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ന്യായം പറഞ്ഞാൽ മനസ്സിലാക്കണ്ടേ എന്ന് പറയുമ്പോൾ പുള്ളി പറയണം, എനിക്ക് മനസ്സിലായിടാവേ എന്ന് പറയുമ്പോഴത്തേക്കും ഇയാൾ കൽപ്പിച്ച് ഞാൻ വെക്കുമെന്ന് പറഞ്ഞിട്ട് കോളങ്ങ് കട്ട് ചെയ്തു. അതിനുശേഷം ഈ ആൽബി മെറ്റായി പുള്ളിയെ കൂടേക്കുന്ന ആളിങ്ങനെ വർത്താനം പറയുകയാണ്, ഇയാൾ പട്ടാളക്കാരത്താനി സ്വഭാവം തന്നെ കാണിക്കുന്നു, ഒരു ഇഞ്ച് മാറത്തില്ല ഈ മനുഷ്യൻ. മറ്റേ പറയാണ്, ഇനിയിപ്പോൾ എന്നെ ഇപ്പോൾ ചെയ്യണം നമ്മൾ. ഈ ആൽബി ആകെ ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആൽബി ഇങ്ങനെ നെട്ടാക്കിയിട്ട് പറയുകയാണ്, മീശയൊക്കെ എന്താക്കിയിട്ട് പറയാണ്, ആലോചിക്കണം. അതായത് പുള്ളി എന്തോ ഒരു പ്ലാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്, എന്തോ കുറച്ച് സംതിങ് ബിഗ് ചെയ്യാനായിട്ട് പുള്ളി ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. അതിനുശേഷം പിന്നെ കാണുന്നത് നമ്മുടെ ഈ പറഞ്ഞ ലാൽച്ചായൻ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങി വരികയാണ്. അപ്പം നമ്മുടെ ആൻ്റപ്പൻ സാർ എങ്ങോട്ടാ പോകുന്നതായിരിക്കും ഉദ്ദേശിച്ചു, പക്ഷേ സാർ മാത്രമേ വിളിച്ചുള്ളൂ. അപ്പോഴത്തേന് പുള്ളി ഒന്നും മിണ്ടിയില്ല, ഒന്ന് നോക്കിയിട്ട് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴത്തേക്കും നമ്മുടെ ഈ കുട്ടിച്ചായൻ പെട്ടെന്ന് ഇങ്ങനെ മോൻ പോകുന്ന പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ വേഗം തത്തി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇറങ്ങി വരുമ്പോഴത്തേക്കിന്, എടാ ലാലിച്ച നീ എങ്ങോട്ടാ പോകുന്നത്? ഒന്നും മിണ്ടിയില്ല, ഒന്നും മിണ്ടാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്കിന് പുള്ളി അടുത്തോട്ട് ഇറങ്ങുന്നുണ്ട്, എടാ ഒരു വഴിക്ക് പോകുമ്പോൾ പറഞ്ഞിട്ട് പോടാ, ഇപ്പം വരുമെന്ന് പറയടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കിന് പുള്ളി ആകെ പറഞ്ഞത്, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആകും, കുറച്ച് ബേസ് കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞു. എന്നിട്ട് കത്തിച്ചിട്ടൊരു പോക്കും. അപ്പോഴത്തേക്കിന് ഈ പുള്ളി ചോദിക്കുകയാണ്, എടാ ആൻ്റപ്പം ഇവൻ എന്നാ പോക്കാടാ പോകുന്നത്, നിന്നോട് വല്ലതും പറഞ്ഞു എങ്ങോട്ടാ പോണേന്ന്? അപ്പോൾ ആൻ്റപ്പം പറഞ്ഞു, ഇല്ല. അന്നേരം പുള്ളി ചോദിക്കുകയാണ്, അപ്പം നീ ചോദിച്ചതും ഇല്ലേ? ഇല്ല. ഓ നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ? അപ്പോൾ ഈ പുള്ളി പറയണം, കുട്ടിച്ചാൻ ചോദിച്ചിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല, പിന്നെ ഞാൻ ചോദിച്ചാൽ പറയും. അപ്പം ഇയാൾ പറയാണ്, ഞങ്ങൾ അപ്പനും മോനും ഞങ്ങളുടെ നടുവിലോട്ട് കയറി നടക്കല്ലേ നീ എന്നൊക്കെ ഇങ്ങനെ അവരുടെ പുള്ളി ഇങ്ങനെ എന്നൊക്കെ പറയണം. അപ്പോഴത്തേക്കും നമ്മുടെ അലീനത് പൂമുഖത്തോട്ട് ഇറങ്ങി വരുന്നു.
അപ്പോഴത്തേനും അലീനൊന്ന് ചോദിക്കുകയാണ്, കുട്ടിച്ചായൻ എന്നെ ഈ മുറ്റത്ത് ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കുന്നത്. അപ്പോഴത്തേനും പുള്ളി, എടി മോളെ ലാലിച്ചായൻ പോയെടി. അവളും ചോദിക്കണേ എങ്ങോട്ട് പോയി. അപ്പോൾ ഉടനെ അപ്പാപ്പൻ പറയും, ആർക്കറിയാം, പുള്ളി ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അല്ലേടാ എന്നിങ്ങനെ ആൻ്റപ്പനോട് ചോദിക്കുകയാണ്. അപ്പോൾ ആൻ്റപ്പൻ, എനിക്കറിയാൻ പാടില്ല, ഞാൻ ദേഷ്യമൊന്നും കണ്ടില്ല. അപ്പോൾ ഈ പുള്ളിക്കാരനൊന്ന് കുത്തിയിട്ട് പറയുകയാണ് നമ്മുടെ അപ്പാപ്പൻ, നീ കാണത്തില്ല, നീയൊന്നും കാണത്തില്ല, നിനക്കൊക്കെ ശമ്പളം തരുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ. മോക്ക് പൊസസീവ്നെസ് ഒക്കെ തുടങ്ങി, മോക്കതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മോളെ തന്നെ പറഞ്ഞ അപ്പച്ച എന്ന് പറയുമ്പോഴത്തേന് പുള്ളി പറഞ്ഞു, ഓ എടി മോളെ സ്റ്റാൻലി അല്ല ഞാൻ പറഞ്ഞത്, ഒരു അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ അവനെയാ. നമ്മുടെ അലീന പറയാണ്, എന്നാ പോട്ടെ സാരമില്ല, ഞാൻ ക്ഷമിച്ചു. പുള്ളി ഇങ്ങനെ സ്റ്റെപ്പ് കയറാനായിട്ട് തുടങ്ങണം. അപ്പോഴത്തേക്കും ഈ ആൻ്റപ്പൻ ഇങ്ങനെ കൈ പിടിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് പോടാന്ന് പറഞ്ഞാൽ കൈ തട്ടി കളഞ്ഞിട്ട് അലീനയുടെ കൈ പിടിച്ചിട്ട് പുള്ളി ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ അവൻ്റെ മൈൻഡിൽ ഇപ്പോഴും അത് തന്നെ നടക്കുകയാണ്. കാരണം പുള്ളി ഭയങ്കര ദേഷ്യത്തിലാണ് പോയല്ലോ. അപ്പോൾ അതിന് അവളോട് പറയാണ്, അവൻ ഭയങ്കര ദേഷ്യത്തിലാണ് പോയത്, എന്നാ കാര്യമൊന്നും അറിയാൻ പാടില്ല, ഈ കോന്തനോട് ചോദിച്ചിട്ട് ഇവനിട്ടത് അറിയാനും പാടില്ല. അപ്പം നമ്മുടെ അലീന പറയുന്നത്, ദേഷ്യപ്പെടാനും മാത്രം എന്താ സംഭവിച്ചത്, ഇനി എൻ്റെ കാര്യം പറഞ്ഞ് വല്യപ്പച്ചൻ പപ്പയോട് ദേഷ്യപ്പെട്ടത് കൊണ്ടാണോ? അപ്പോൾ ഈ അപ്പാപ്പൻ പറയണം, ഞങ്ങൾ തമ്മിൽ എന്ത് വഴക്ക് മോളെ, ഒന്നിച്ചിരുന്നൊരു സ്മോൾ അടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഞങ്ങൾ തമ്മിലുള്ളൂ, ഇതൊന്നുമല്ല വേറെ എന്ത്. എന്നിട്ട് ഇങ്ങനെ അപ്പാപ്പനും കൊച്ചുമോളും കൂടി ഇങ്ങനെ എന്തോന്ന് ആലോചിക്കുന്നത്. എന്നിട്ട് എന്നെ പുള്ളി പറഞ്ഞാൽ അത് പോട്ടെ, അവൻ വരട്ടെ, അവൻ വരുമ്പോൾ നമുക്ക് ചോദിക്കാം, നീ വാ മോളെ എന്ന് പറഞ്ഞ് ഇവരകത്തോട്ട് കയറിപ്പോ. ഇതെല്ലാം കഴിഞ്ഞ് പാൻ്റപ്പൻ, ഇതെന്താടാ ഇവിടെ നടക്കുക, എല്ലാം ഒന്നും കണക്കാ, അപ്പനും കൊള്ളാം, മോനും കൊള്ളാം, വന്ന കൊച്ചുമോളും കൊള്ളാം. ഇങ്ങനെ പുള്ളി ഒന്ന് വിചാരിച്ചിട്ട് പുള്ളി അങ്ങനെ അകത്തോട്ട് കയറിപ്പോയി. പിന്നെ കാണിക്കുന്നവർ അപ്പാപ്പനും മോളും കൂടി ഇങ്ങനെ ഇവരുടെ ഒരു സംശയമൊക്കെ പറയാണ്. കാരണം കുറേ നേരമായി പോയിട്ട് ഈ പുള്ളിനെ ഇതുവരെയും കണ്ടില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടിൽ ഇവരുടെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തേ പപ്പ ഇങ്ങനെ ആരോടും ഒന്നും പറയാതെ അങ്ങ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഈ കുട്ടിച്ചാൻ പറയാണ്, അവൻ ദേഷ്യപ്പെട്ടാണ് പോയത്, ആ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര സ്പീഡിലാണ് പോയത്, പറയുന്നത് ദേഷ്യം കൂടുമ്പോൾ സ്പീഡോമീറ്റർ അങ്ങോട്ട് കൂടും എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ അലീന പറയാണ്, അങ്ങനെയാണോ ചെയ്യേണ്ടത്, നമ്മൾ ഒരിടത്തോട്ട് യാത്ര പോകുമ്പോൾ എവിടെയാണ് പോയത്, എങ്ങോട്ടൊക്കെയാണ് പോയത്, എപ്പോൾ തിരിച്ചു വരും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേണ്ട വീട്ടിൽ നിന്ന് ഇറങ്ങാൻ, നമ്മളൊക്കെ ആരാ, പപ്പയുടെ ആരുമല്ലേ എന്തെങ്കിലും അവൾ വിഷമിച്ചിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കിന് ഈ അപ്പച്ചൻ പറയുകയാണ്, എടി മോളെ ഏതാണ് അവൻ്റെ ഒരു സ്വഭാവം, അവൻ ഇങ്ങനെയാ, അങ്ങോട്ടൊന്നും ചോദിക്കുന്ന ഇഷ്ടമില്ല, ഇങ്ങോട്ടൊന്നും പറയത്തുമില്ല, എന്തായാലേ എന്ത് കനത്തിൽ കാണിച്ചാൽ ഈ അപ്പം ഭയങ്കര സപ്പോർട്ടാണെന്നേ. നമ്മുടെ അലീന ചോദിക്കുകയാണ്, ഇങ്ങനെയാണോ ജീവിക്കേണ്ടത്, ഈ കിട്ടുന്ന സമാധാനമാണോ പപ്പ ആഗ്രഹിക്കുന്നത്, ഇതിലെന്ത് സമാധാനമോ കിട്ടണത്. നമ്മുടെ അലീന ചോദിക്കുകയാണ്, ഇങ്ങനെയാണോ അപ്പച്ച ജീവിക്കുന്നത്, കുറച്ച് കള്ളും കുടിച്ച് കുറച്ച് സിഗരറ്റും വലിച്ച് അതിൻ്റെ കൂടെ കുറച്ച് നായ്ക്കളെയും താലോലിച്ച്, ഇതാണോ ഒരാളുടെ ജീവിതം. ഇങ്ങനെ വല്യപ്പച്ചൻ ചിരിച്ചിട്ട് പറയാണ്, ആ നായ്ക്കളാണെങ്കിൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്നേഹവും നന്ദി ഉണ്ടാവും, തിരിഞ്ഞ് നിന്ന് കടിക്കുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യത്തില്ല. എന്നിട്ട് പുള്ളി പറയാണ്, ഒന്നോർത്ത് അതൊരു ശരിയാണ്. അപ്പോൾ അവൾ പറയാണ്, നിങ്ങളെല്ലാം കൂടെ പണ്ടേക്ക് വേണ്ടേ വിചാരിച്ചായിരുന്നു, ഈ കാര്യമൊക്കെ ഒരുമാതിരി സോൾവ് ചെയ്ത് സെറ്റ് ആക്കാമായിരുന്നു, ഒന്നില്ലെങ്കിൽ അപ്പച്ചൻ നല്ല ലോകവിവരമുള്ള ഒരാളല്ലേ. അപ്പോൾ ഉടനെ പുള്ളി പറയാണ്, ഉണ്ടായിരുന്നു മോളെ, പക്ഷെ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഉടനെ അവൾ പറയുകയാണ്, ഉണ്ടായിരുന്ന വിവരം പോവോ. ഈ പുള്ളി പറയാണ്, മോളെ എനിക്ക് പ്രായമായില്ലേ, പ്രായമായപ്പം എൻ്റെ തലച്ചോറിലെ കുറച്ച് കോശങ്ങളൊക്കെ ഇങ്ങോട്ട് നശിച്ച് പോവുക, ആ പോകുന്നതിൻ്റെ അകത്ത് എൻ്റെ അറിവ് അങ്ങോട്ട് പോവുകയാണ് എന്ന് പറയുമ്പോഴത്തേക്കിന് അവൾ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് നല്ല കണ്ടുപിടുത്തം. എന്നിട്ട് വീണ്ടും മോൻ്റെ ഗുണവിധകാരം ഇങ്ങനെ പറയാണ്, ഈ പറയുന്നത് പോലെ അവൻ അങ്ങനെയാണ്, അവനെ ആരും ഉപദേശിക്കുന്നതൊന്നും അവൻ ഇഷ്ടമല്ല, അങ്ങനെ ആരെങ്കിലും ചെന്നാൽ അവൻ ദേഷ്യപ്പെടും, അവൻ്റെ കാര്യങ്ങൾ ആരും കയറി ഇൻ്റർഫിയർ ചെയ്യുന്നതും അവൻ ഇഷ്ടമല്ല, ഞാൻ റീത്താമ്മേനെ കണ്ടുകൂടാ. അപ്പോൾ എന്നാലും അലീന പറയാണ്, എനിക്കും പുള്ളിക്കാരത്തിനെ അങ്ങോട്ട് അത്ര ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തില്ല, അവരാകെ ഫുള്ള് ഒരു നെഗറ്റീവായ നോട്ടത്തിലും സംസാരത്തിലും ഒക്കെ അത് കാണാം. എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് അവരെന്തിനാ ഈ പറയുന്ന പോലെ പപ്പയുടെ വൈഫിനെ ഇങ്ങനെ പിടിച്ച് വെച്ചേക്കുന്നത്, ഭാര്യയും ഭർത്താവും തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വീട്ടുകാരത് വീണ്ടും വഷളാക്കാനാണോ പറഞ്ഞ് സെറ്റാക്കി സോൾവ് ആക്കാനാണോ ശ്രമിക്കേണ്ടത്, അവരെന്തിനാ ഈ പപ്പയുടെയും ഭാര്യയുടെയും മക്കളുടെയൊക്കെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്നത്, വല്യപ്പച്ചൻ ഇതുവരെ അവരോട് ഇതിനെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ലേ എന്നിങ്ങനെ അവൾ വയ്ക്കണം. അപ്പം പറയണം, അവൻ്റെ കാര്യം പറയാൻ ചെന്ന് കഴിഞ്ഞാൽ അവനെ പറ്റി ഒരു 100 കുറ്റങ്ങളാണ് പറയുന്നത്, തന്നിഷ്ടക്കാരൻ, ദേഷ്യക്കാരൻ, മക്കളോടും ഭാര്യയുടെ സ്നേഹമില്ലാത്ത, ഉത്തരവാദിത്തമില്ലാത്ത, അങ്ങനെ 100 കുറ്റങ്ങൾ അവരിങ്ങനെ പറയും, ഒരു നല്ല വാക്ക് പോലും അവനെപ്പറ്റി പറയില്ല എന്നൊക്കെ ഇങ്ങനെ ഈ അപ്പച്ചൻ പറയുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, അത്രയ്ക്കും ദുഷ്ടനായിട്ടുള്ള ഒരാളാണെങ്കിൽ എന്നെ ഇവിടെ സ്വീകരിച്ച് നിർത്തുമോ. അപ്പോൾ ഉടനെ ഈ പുള്ളി പറയുകയാണ്, ഈ ഇഷ്ടത്തരമായിട്ടാണ് അവർ കാണുന്നത്, എങ്ങാണ്ടിന്നൊരു പെണ്ണിനെ വിളിച്ച് മകളാണെന്നും പറഞ്ഞ് കൂടെ പാർപ്പിക്കുകയാണെന്ന് വളരെ മോശമായിട്ടാണ് എല്ലാവരും വിചാരിക്കുന്നത് എന്നിങ്ങനെ പറയണം. അപ്പോൾ അവളിങ്ങനെ പറയണം, ഈ മനുഷ്യനെല്ലാവരും എന്താ ഇങ്ങനെ വിചാരിക്കുന്നത്, ഞാൻ എന്തായാലും ജനിച്ചു പോയി, അതും ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ്, ഇനി എന്ത് ചെയ്യാൻ പറ്റും, എന്നെ കൊന്നു കളഞ്ഞാൽ പോലും ഞാൻ ജനിക്കാനുണ്ടായ സാഹചര്യങ്ങൾ മാറ്റാൻ പറ്റുമോ, അന്നത്തെ സംഭവങ്ങൾ മാറ്റാൻ. അപ്പോൾ നമ്മുടെ അലീന ഇങ്ങനെ പറയുകയാണ്, എൻ്റെ പപ്പയുടെ മക്കളെ പ്രസവിച്ച ആ ഒരു സ്ത്രീ അവരെന്നെ കോളേന്ന് വിളിച്ച് ആ മടിയിലോട്ട് ഞാൻ ചെന്ന് വീഴും, കാരണം ഞാൻ അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അവൾ പറയുന്ന സമയത്ത് ഈ കുട്ടിച്ചായൻ പറയുകയാണ്, എൻ്റെ മോളെ അങ്ങനെ ആരും മോളെ ക്ഷണിക്കില്ല, ഞാനും ക്ഷണിക്കില്ല. എന്നിട്ട് പുള്ളി പറയുകയാണ്, പിന്നെ പുള്ളി ഒരു ജനറൽ ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണ്, എല്ലാ മനുഷ്യരുടെ ഉള്ളിലും കുറേ മനുഷ്യന്മാരുണ്ട്, അതിനകത്ത് ചിലപ്പം വൈരാഗ്യം ഉണ്ടാവും, കൊലപാതകി ഉണ്ടാവും, ദുഷ്യപ്പിള്ളം കാണും, മാലാഖ ഉണ്ടാവും, പിശാശ് ഉണ്ടാവും, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ അതിലേതിനാണോ നമ്മൾ കൂടുതൽ തീറ്റയിട്ട് കൊടുക്കുന്നത് അതങ്ങോട്ട് തഴച്ച് വളരും, മറ്റേ അങ്ങോട്ട് മുരടിച്ച് പോകും. അപ്പോഴേക്കും നമ്മുടെ അലീന ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതാണോ വല്യപ്പച്ചൻ്റെ ലോകവിവരമൊക്കെ കുറഞ്ഞു പോയെന്ന് പറഞ്ഞതും പുള്ളി ഇതൊക്കെ എന്ത്. എന്നിട്ട് നമ്മുടെ അലീന പറയാണ്, ഞാൻ എന്തായാലും എൻ്റെ സമരമൊന്നും മാറ്റാൻ പോകുന്നില്ല, ഇതെൻ്റെ അവകാശമോ അല്ലെങ്കിൽ അടുക്കള പിടിച്ചെടുക്കാനൊന്നും വേണ്ടി മാത്രമൊന്നുമല്ല. ഈ കേണൽ ഒരു മനുഷ്യനോട് ഇങ്ങനെ അടുക്കാതെ ഒരു ചെതൽപ്പുറ്റ് കണക്കിന് ഇങ്ങനെ ഇരിക്കുമല്ലേ, പയ്യെ ആ മണ്ണൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് പുള്ളീനെ ശരിക്കുമുള്ള ആ ഒരു സ്റ്റാൻലി ആക്കി ഒന്ന് കാണണ്ടേ. എനിക്കൊരു ചെറിയ വാതിൽ നിന്ന് തുറന്നു കിട്ടിയാൽ മതി, ആ വഴിക്കുള്ള ഞാൻ അങ്ങ് കയറിക്കോളാം. അപ്പോഴേക്കും വല്യപ്പച്ചൻ വന്ന് പറയുകയാണ്, മോള് വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ല ഇത്. അപ്പോൾ അവൾ പറയാണ്, എനിക്കറിയാം വല്യപ്പച്ച, പക്ഷേ എനിക്കൊന്ന് ശ്രമിച്ചു നോക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ പുള്ളി ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് ഇങ്ങനെ അവളിങ്ങനെ പറയണം, എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നാൽ എന്ത് സന്തോഷമായിരിക്കും. എന്നിട്ട് നമ്മുടെ അലീന പറയാണ്, അപ്പന് മക്കളുടെ വില അറിയില്ല, മക്കൾക്ക് അപ്പൻ്റെ വില അറിയില്ല, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ വില അറിയില്ല, ഭർത്താവിന് ഭാര്യയുടെ വില അറിയില്ല, എന്താ ഇവിടെ ഇങ്ങനെ നടക്കുന്നത്,
ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ ശരിക്കുള്ള വിലയും മൂല്യം അറിയാത്തത്. ഇതില്ലാത്ത ആളായിരുന്നു ഞാൻ. എനിക്കറിയാം ഇതിൻ്റെയൊക്കെ വില. എന്നിട്ട് വീണ്ടും നമ്മുടെ അലീനയുടെ ഓർഫനേജ് കഥയിലോട്ട് പോവുകയാണ്. അതായത് പണ്ട് അവൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓർഫനേജിൽ നിന്നായിരുന്നു സ്കൂളിലോട്ട് പോകുന്നത്. അപ്പോൾ അവളൊന്നും കൊണ്ടാക്കാൻ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. കുറച്ച് ഓർഫനേജ് കുട്ടികളുടെ കൂടെ പോകുന്നു. നേരെ മറിച്ച് ഓരോ കുട്ടികളുടെ പാരൻസും ഒക്കെ ഭയങ്കര സന്തോഷത്തോടെ ഇവരെ വണ്ടിയിലും കാറിലൊക്കെ കൊണ്ടുവിടുമ്പോഴൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഇതിനൊക്കെ വേണ്ടി കൊതിച്ചിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരത്തിൽ കുറേ സങ്കടമൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു എപ്പിസോഡ് അവിടെ എൻഡ് ചെയ്യാണ്.